അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് കുറച്ച് നല്ലൊരു ഓഫേഴ്സും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇയർ എൻഡിങ് കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ പുതിയ സ്റ്റോക്കുകളെല്ലാം നിറച്ചിരിക്കുകയാണ് നമ്മുടെ ഷോറൂമിലേക്ക്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമ്മൾ ടൊയോട്ടയുടെ ബ്രാൻഡിൻ്റെ രണ്ട് വണ്ടികളാണ് ഉള്ളത് നമുക്ക് സ്റ്റോക്കായിട്ട്. ഒന്ന് എറ്റിയോസും എറ്റിയോസ് ലിവയും ആണ്. ഇപ്പോൾ 2012 മോഡൽ സെഡാൻ ആയിട്ടുള്ള എറ്റിയോസിന് വെറും 83,000 കിലോമീറ്റർ ഓയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 ലക്ഷം രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അതേസമയം നമുക്ക് എറ്റിയോസ് വരുമ്പോഴത്തേക്ക് 2014 മോഡലാണ്. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 43,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വി എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഈ വണ്ടിക്ക് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ഇവിടെ എറ്റിയോസ് വരുന്നത് VX എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് ടോപ്പ് എൻഡ് മോഡലാണ്. അലോയ് വീൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടിക്ക്. അത് കണക്ക് തന്നെ ലിവയെന്ന് വരുന്നത് V എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയൻ്റ് ആണ് V. രണ്ടും പെട്രോൾ വേരിയൻസ് ആണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നമുക്ക് മാരുതിയുടെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റും ഓൾട്ടോ കേട്ടനും ഉൾപ്പെടെ മൊത്തത്തിൽ 5 വണ്ടിയുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. നമുക്ക് സ്വിഫ്റ്റ് ഉണ്ട്, ഓൾട്ടോ കേട്ടൻ ഉണ്ട്, സെലീരിയ ഓട്ടോമാറ്റിക് ഉണ്ട്, വാഗനർ VXi ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഓൾട്ടോയും കിടപ്പുണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് വരുന്നത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 83,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് ഒരു 4.5 ലക്ഷം രൂപയാണ്. അപ്പം കേട്ടൻ വരുമ്പോഴത്തേക്ക് ന്യൂ ഷേപ്പ് കേട്ടൻ ആണ്. അത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വണ്ടി, സിംഗിൾ ഓണർ, വെറും 23,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. VXi ആണ് വേരിയൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 440 വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. വെർണ വരുമ്പോഴത്തേക്ക് നമുക്ക് 2014 മോഡലാണ് കിടക്കുന്നത്. സിംഗിൾ ഓണറാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് സെഡാനൊക്കെ നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. SX ആണ് ഓപ്ഷൻ. അലോയ് വീലും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതായത് കമ്പനി വരുന്ന അലോയല്ല, അഡീഷണൽ വേറെ അലോയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഇട്ടേക്കുന്ന ആസ്കിംഗ് പ്രൈസ് വരുമ്പോഴത്തേക്കും 4,50,000 രൂപയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് സെഡാൻ കാര്യങ്ങളെല്ലാം കിട്ടും. അടുത്ത വരുന്നത് നമുക്ക് വോക്സ്വാഗൻ്റെ ഒരു പോളോ എന്ന് പറഞ്ഞ മോഡലാണ്. വോക്സ്വാഗൻ്റെ പോളോ വരുന്നത് 2014 വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടി. 1 ലക്ഷത്തി ചില്ലാനം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഹൈലൈനാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് വെറും 3.5 ലക്ഷം രൂപയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ മാരുതിയുടെ അടുത്തൊരു വണ്ടിയാണ് 2015 മോഡൽ വാഗനർ നമുക്ക് സ്റ്റോക്ക് കിടക്കുന്നത്. 2015 മോഡൽ സിംഗിൾ ഓണർ വാഗനറാണ്. 49,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. VXi എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് 3,50,000 രൂപയാണ്. നമുക്ക് അടുത്ത മാരുതിയുടെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും സെലേരിയോയുടെ 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ആണ്. സെലേരിയോ ആണ്. VXi മോഡലാണ്. അലോയ് വീലും കാര്യങ്ങളെല്ലാം ഉണ്ട്. 2014 ആ ഒരു മോഡലിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇതാകുമ്പോൾ 2014-15 രജിസ്ട്രേഷൻ സെലേരിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 41,000 കിലോമീറ്റർ വണ്ടി ഓടിയേക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് മേജറായിട്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ നമുക്ക് ബോണറ്റ് മാത്രം ഇതിനകത്ത് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബോണറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് വേറെ ഗ്ലാസോ ഫ്രണ്ട് ക്രോസ് നമ്പറോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിന് ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത് വെറും 3.5 ലക്ഷം രൂപയാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് 2014 മോഡൽ ഒരു ഹോണ്ട അമേസ് ആണ്. ഹോണ്ടയുടെ നമുക്ക് 2 സ്റ്റോക്ക് ഉണ്ട്. ഒന്ന് ഹോണ്ട അമേസും ഒരു ഹോണ്ട സിറ്റിയും. അപ്പോൾ ഹോണ്ട അമേസ് വരുമ്പോഴത്തേക്ക് ഇത് 2014 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടി. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. ആക്ച്വലി ഇത് നമുക്ക് കസ്റ്റമർ എക്സ്പെക്ടേഷൻ വരുന്നത് 3.5 ലക്ഷം രൂപയാണ് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാനുവൽ ഇതാണ് വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് ഈ മോഡൽ. അടുത്തതായി നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് വണ്ടികളുടെ സെഗ്മെൻ്റ് ആണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ അകത്ത് നിൽക്കുന്ന വേരിയൻസ് ആണ്. ഇത് വരുമ്പോഴത്തേക്ക് 2010 മോഡൽ ഒരു ഓൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന ഒരു മോഡലാണ്. അലോയ് വീൽസ് ഒക്കെ സെപ്പറേറ്റ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,60,000 കിലോമീറ്റർ ആണ് വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിയിരിക്കുന്നത്. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ നിലവിലൊന്നുമില്ല. ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1 ലക്ഷം രൂപയാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് ഇട്ടേക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോണ്ട സിറ്റിയാണ്. 2007 മോഡലാണ് ഹോണ്ട സിറ്റി വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കും VX എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. അത് ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ നിലവിൽ കിലോമീറ്റർ 90,000 കിലോമീറ്റർ അടുപ്പിച്ച വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ മേജറായിട്ടൊന്നും ആക്സിഡൻറ്റുകളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിന് വണ്ടിക്ക് അത്യാവശ്യം നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇയർ എൻഡിങ് കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അതിനകത്ത് വിളിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.